വൈകിട്ടോടെ മത്സ്യബന്ധനത്തിന് പോയ 2 പേര് കടലിൽ നിന്നും കാണാതായ ഒരു സാഹചര്യമാണ്. അതിൽ ഒരാൾ ഇന്നലെ രക്ഷപ്പെട്ടു. കൊല്ലം കടപ്പുറത്ത് തീരത്ത് അവിടെ മത്സ്യബന്ധനക്കാർ രക്ഷപ്പെടുത്തുകയുണ്ടായി. മറ്റൊരു നന്ദി സ്വദേശിയായ റസാഖ് എന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. തെരച്ചിൽ പുരോഗമിക്കുന്നു. ഇതുവരെയും ഒരു വിവരവും ലഭ്യമായിട്ടില്ല. എന്താണ് നമുക്ക് ഈ പറഞ്ഞതെല്ലാം തന്നെ നമ്മൾ വിശ്വസിക്കാം. ഞാൻ വിശ്വസിക്കുന്നു. കലക്ടറടക്കം പറയുന്നു അവർ ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെയാണ് അവർ വന്നിട്ടുള്ളത്. അവർ കടലിലുണ്ട്. അവർക്ക് ആഴക്കടലിൽ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അതിന് കരക്ക് പോക്കേണ്ട ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഫിഷറീസിന്റെ ബോട്ടുണ്ട്, എല്ലാ ബോട്ടുകളും ഇന്നലെ ഉണ്ട്. ഇനി ഇവരെല്ലാം പറയുന്നത് കളവാണ് എന്നുള്ളത് കടലിലുള്ള ആളാ മനോജോടെ പോയി അദ്ദേഹത്തിന്റെ ഫോട്ടോ കൂടെ നമ്മൾ കണ്ടു ഉണ്ടെന്ന് അവർ ബോധ്യപ്പെടുത്തി. ഇനി ഇതൊന്നുമല്ല, എന്താണോ എവിടെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് ഈ കടൽ മത്സ്യത്തൊഴിലാളികളെ പൾസ് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന രാവന്തിയോളം കടലിൽ പോകുന്ന ആൾക്കാർ എപ്പോഴും എന്ത് അപകടവും സംഭവിച്ചത് എന്തെങ്കിലും വീഴ്ച നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ പരിശോധിക്കാൻ ഞാനുണ്ട് നിങ്ങളോടൊപ്പം. ബോട്ട് തിരയുന്നുണ്ട്. ബോട്ട് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക. അത് വേറെ വിശേഷമൊന്നും കണ്ടെത്തി കഴിക്കില്ല ഇതുവരെ. പിന്നെ കുറേ ചെറിയ തോണിക്കാരും വെള്ളക്കാരും എല്ലാം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ സുഹൃത്തിനെ കണ്ടുപിടിക്കുക. എല്ലാ സഹായം പിന്നെ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം. ഇന്നലെ ഏകദേശം ഒരു 6 മണിയോടടുത്താണ് ഈ തോണിയിൽ നിന്ന് 2 പേരാണ് തോണിയിൽ പോയത്. ഏകദേശം ഒരു 1:30 മണിയോടുകൂടി അതിശക്തമായ മഴയും കാറ്റും ഇടിയും മിന്നും വരികയും ഇവർക്ക് 2 പേർക്കും ഇടിയേൽക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് 2 പേരും 2 ഭാഗങ്ങളായിട്ട് ഈ തോണിയിൽ നിന്ന് തെറിച്ച് വീഴുകയാണ് ഉണ്ടായത്. അങ്ങനെ രക്ഷപ്പെട്ട ആൾ വലയുടെ ഒരു ഭാഗം കിട്ടുകയും അതിൽ നിന്ന് ഒരു പൊങ്ങ് പോലത്തെ തോണിയുടെ വലയുടെ ഭാഗത്തുള്ളൊരു പൊങ്ങ് കിട്ടുകയും അത് പിടിച്ചിട്ട് കുറേ നീന്തി ഏകദേശം പിന്നെ പാറപ്പള്ളിയോട് അടുത്തുള്ള സ്ഥലത്തേക്ക് വരെ നീന്തുകയും ആണ് ഉണ്ടായത്. ഇവരുടെ കൂടെ 2 ചെറു തോണികൾ പോയിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചു വന്നു. ഏകദേശം ഒരു 9 മണിയായപ്പോൾ ഈ ചെറു തോണിയെ കാണാത്തത് കൊണ്ടിട്ട് തെരച്ചിലിന് പോയ സമയത്താണ് ഇങ്ങനെ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതും ഇയാൾ ഇങ്ങനെ കടലിലൂടെ ഈ പൊങ്ങും പിടിച്ചിട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ ഉടനെ തന്നെ ഈ തെരച്ചിലിന് പോയ ആളുകൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും കരക്കെത്തിക്കുകയാണ് ചെയ്തത്. ഈ മറ്റേ ആളും തോണിയും എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. തോണി ആണ്ട് പോയിട്ടുണ്ടോ അതല്ല തോണി വേറെ അങ്ങോട്ടേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടോ ഇദ്ദേഹം ആ തോണിയിലുണ്ടോ എന്നതൊന്നും ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. ജനങ്ങൾ വളരെ ആശങ്കയിലാണ്.